Dear students, in the last class we considered diatomic molecules as simple harmonic oscillators, and we now know that there will be only one single line for simple harmonic oscillators, vibrational frequency. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ എനർജി ലെവൽസും തമ്മിലുള്ള സ്പേസിങ് ഹാഫ് എച്ച് ന്യൂ ആയതുകൊണ്ട് തന്നെ ഒരു ലൈനാണ് നമ്മൾ കാണുള്ളൂ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ. പക്ഷെ ഡയാറ്റോമിക് മോളിക്യൂൾസിന് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് കരുതിയാൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഒരൊറ്റ ലൈൻ. പക്ഷെ ആക്ച്വൽ സ്പെക്ട്ര എന്ന് പറയുന്നത് ഒരൊറ്റ ലൈൻ അല്ല, ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതാണ് ആക്ച്വൽ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ആലോചിച്ചപ്പോൾ സയന്റിസ്റ്റുകൾക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് അല്ല, unharmonic oscillators ആണ്. Unharmonic oscillators means oscillators that do not obey Hooke's law completely and that do not obey the laws of simple harmonic oscillators. For example, a diatomic molecule when compressed to a great extent, the repulsive forces between the two nuclei produce a force that acts in the same direction of the restoring force, and therefore the potential energy increases more rapidly than for a harmonic oscillator. Similarly, when stretched to the other extreme, there occurs a decrease in the restoring force, and hence the potential energy does not increase as rapidly for a harmonic oscillator. In fact, if stretched to a point, the bond can be broken and the molecule can be made to dissociate into atoms. അതായത് ഹൂക്സ് ലോ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ ഒബേ ചെയ്യുന്നവരല്ല അൺഹാർമോണിക് ഓസിലേറ്റർ. മോളിക്യൂൾസ് അൺഹാർമോണിക് ആണെന്ന് പറയുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രഷനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷനോ വരുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ പോലെയല്ല, അതേ എക്സ്റ്റെന്റിലല്ല വരുന്നത്. ഇനി കൂടുതൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോണ്ട് നമ്മൾ കൂടുതൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ബോണ്ടിനെ നമുക്ക് ബ്രേക്കും ചെയ്യാം, എന്നിട്ട് ആറ്റംസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാനും കൂടെയും പറ്റും. അത്രയും പ്രത്യേകത ഉള്ളതാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. അതുകൊണ്ടാണ് അതിനെ അൺഹാർമോണിക് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ മോഴ്സ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് അല്ലാത്ത അൺഹാർമോണിക് ഓസിലേറ്റർ ആയ ഡയാറ്റോമിക് മോളിക്യൂൾസ് പോലുള്ളവരുടെ എനർജിക്കുള്ള ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇതാണ്: ഇ വി ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ മൈനസ് വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എച്ച് സി എക്സ് ഓസിലേഷൻ ഒമേഗ ഓസിലേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ശരിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ എനർജിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വി പ്ലസ് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ, ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ നിന്നൊരു ടേമും കൂടെ മൈനസ് ചെയ്യണം ശരിക്കും അൺഹാർമോണിക് ഓസിലേറ്റർ ആവണമെങ്കിൽ. വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എച്ച് സി എക്സ് ഓസിലേഷൻ ഒമേഗ ഓസിലേഷൻ. എക്സ് ഓസിലേഷൻ എന്ന് പറയുന്നത് അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ ന്യൂ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ദി അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയും കോംപ്ലക്സ് ആണ് അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി ലൈൻസ് കിട്ടും വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് സിംഗിൾ ലൈൻ അല്ല, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ കാണുന്ന പോലെ ഒരു സിമ്പിൾ ലൈൻ അല്ല കാണുക. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ട്രാൻസിഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. എനർജി ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, സീറോയും വണ്ണും തമ്മിലുള്ള സ്പേസിംഗ് അല്ല, വണ്ണും ടൂവും തമ്മിലുള്ള സ്പേസിംഗ് മുകളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ വൈബ്രേഷണൽ ലെവൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോക്കണ്ട, ഇത് ഇലക്ട്രോണിക് ലെവലാണ്, തൊട്ടടുത്ത ഇലക്ട്രോണിക് ലെവലാണ്. ഇത് നോക്കുക, ഇതാണ് ഗ്രൗണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റ്. 1 എന്ന് പറയുന്നതാണ് എക്സൈറ്റഡ് വൈബ്രേഷണൽ സ്റ്റേറ്റ്, 2 എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റ് ആണ്, 3 എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നോക്കുക, മുകളിലേക്ക് പോകുന്നതോറും ഈ സ്റ്റെപ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അതനുസരിച്ച് എനർജി ഡിഫറൻസ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലൈൻസ് സ്പെക്ട്രയിൽ കാണാൻ പറ്റും. Since most of the molecules are at the
vibrational ground state at room temperature, most transitions will occur from the level with V equal to 0 to that with V equal to 1, and this is known as the fundamental transition. The transition of one vibrational mode of a molecule between the ground state V equal to 0 and the first excited state V is equal to 1 involving absorption or emission of quantum of energy is called fundamental transition. അതായത് V equal to 0 നിന്ന് V equal to 1 ചാടി പോകുന്ന ട്രാൻസിഷനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ ട്രാൻസിഷൻസ് ഒക്കെ ചെയ്യുന്ന ഫ്രീക്വൻസിനെ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഫണ്ടമെന്റൽ മോഡ്സ് വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമുക്ക് അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ എന്താണെന്ന് നോക്കാം. അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ നമ്മൾ പഠിച്ചായിരുന്നു. ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 1 ആണ്. അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 1 വരാം, പ്ലസ് ഓ മൈനസ് 2 വരാം, പ്ലസ് ഓ മൈനസ് 3 വരാം, അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഗ്രൗണ്ട് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നേരെ 2ലേക്ക് വേണമെങ്കിൽ ചാടിപ്പോവാം, വേണമെങ്കിൽ 3ലേക്ക് ചാടിപ്പോവാം, 1ലേക്ക് തന്നെ ചാടിപ്പോകണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. 1ലേക്ക് തന്നെ ചാടിപ്പോകുന്നത് ഞാൻ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആണ്. അപ്പൊ ഏത് വേണമെങ്കിലും അലൗഡ് ആണ്. പ്ലസ് ഓ മൈനസ് ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 1, പ്ലസ് ഓ മൈനസ് 2, പ്ലസ് ഓ മൈനസ് 3, അതെല്ലാം സെലക്ഷൻ റൂൾ ഫോർ അൻഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മോളിക്കുലാർ വൈബ്രേഷൻസ് നോക്കാം. മോളിക്കുലാർ വൈബ്രേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. സ്ട്രെച്ചിങ് മീൻസ് the bond length increases or decreases. Bending means the bond angle increases or decreases. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും വൈബ്രേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിജന് ബോണ്ട് ഇങ്ങോട്ട് നീങ്ങാണ്, അതുപോലെ ഈ ഓക്സിജന്റെ ബോണ്ട് ഇങ്ങോട്ട് നീങ്ങാണ്. അതിനെയാണ് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നീങ്ങുന്നതനുസരിച്ച് ഇത് നീങ്ങുന്നത് കാരണം അവിടെ ഒരു ഡൈപോൾ മൊമെന്റിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഇത് IR ഇന്നാക്റ്റീവ് ആണ്. ഇത് രാമൻ ആക്റ്റീവ് മാത്രമായിട്ടാണ് വരുള്ളൂ. IRൽ ഈ വൈബ്രേഷൻ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അടുത്തത് ആന്റിസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ആന്റിസിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഇങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ ഈ ഓക്സിജൻ ഉള്ളിലേക്ക് നീങ്ങി വരികയാണ്. ആരോ മാർക്കിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഇത് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇത് ഇങ്ങോട്ട് നീങ്ങുന്നു. അതാണ് ആന്റി സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അതിൽ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഉണ്ട്. there occurs a change in the charge separation. അതുകൊണ്ട് ഇത് IR ആക്റ്റീവ് ആണ്. അപ്പൊ ഇത് IRൽ നമുക്ക് ഇതിന്റെ ലൈൻ കാണാൻ പറ്റും. പിന്നെ ബെൻഡിങ് ആണ്. ബെൻഡിങ്ങിൽ രണ്ടെണ്ണം ഉണ്ട്. ഇൻപ്ലെയിൻ ബെൻഡിങ് ഉണ്ട്, ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്. ഇൻപ്ലെയിൻ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനൊക്കെ മുകളിലേക്ക് പോകുന്നു, കാർബണ് ഉള്ളിലേക്ക് പോകുന്നു. അതായത് ബോണ്ട് ആംഗിളിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, ബോണ്ട് ആംഗിള് കുറയുന്നുണ്ട്. അതാണ് ഇൻപ്ലെയിൻ ബെൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിനിൽ നിന്ന് മാറിപ്പോവാണ്. ഈ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി. ഓക്സിജന് മുന്നോട്ട് നീങ്ങുന്നു, കാർബൺ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ രണ്ട് ഓക്സിജനും ഇത്തിരി താഴോട്ടേക്ക് ചെരിഞ്ഞു പോകുന്നു. അതാണ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് എന്ന് പറയുന്നത്. അതും IR ആക്റ്റീവ് ആണ്. അത് രണ്ടും ഏകദേശം അത് കാണിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതും 526 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, ഇതും 526 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആന്റി സ്ട്രെച്ചിങ് കാണിക്കുന്നത് 2565 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ആ വൈബ്രേഷൻ കാണിക്കുന്നത്. പിന്നെ ഇത് IR ഇന്നാക്റ്റീവ് ആണ്. ഇത് രാമൻ സ്പെക്ട്രോസ്കോപ്പിൽ മാത്രമേ കാണിക്കുള്ളൂ. അത് വഴിയെ നമ്മൾ പഠിക്കണുള്ളൂ. ഇപ്പൊ അത് ഓർക്കണ്ട. വഴിയെ പഠിക്കുമ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ മാത്രമാണ് ഈ സിമെട്രിക് സ്ട്രെച്ചിങ് വരുന്നുള്ളൂ. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും വൈബ്രേഷൻസും. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒന്നും കൂടെ പറയാണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യിൽ ഇരിക്കുന്ന ഒരാൾ 1ലേക്ക് ചാടി പോകുന്നതിനെയാണ് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ട്രാൻസിഷൻ അല്ലാതെ പിന്നെ ട്രാൻസിഷൻസ് വരാവുന്നതാണ്. വേറെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് V equal to 0യിൽ നിന്ന് വേണമെങ്കിൽ V equal to 2ലേക്ക് ചാടിപ്പോവാം. ഇത് ഒരു സ്റ്റെപ്പ് മറികടന്ന് മുകളിലേക്ക് ചാടുകയാണ്. അങ്ങനത്തെ ട്രാൻസിഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഓവർടോൺസ്. ദേ ആർ കോൾഡ് ഓവർടോൺസ്.
In vibrational spectroscopy, an overtone band is a spectral band that occurs in a vibrational spectrum of a molecule when the molecule makes a transition from the ground state V equal to 0 to the second excited state V equal to 2. The total number of observed absorptions is generally different from the total number of fundamental vibrations. Excitation from ground state to higher energy states, which corresponds to integral multiples of the frequency of the fundamental. Overtones occur at integral multiples of the fundamental absorption frequencies, and weak overtone bands could occur at 2V, 3V, etc. Overtones occur at twice the frequency of a fundamental vibration. അതായത് ഞാൻ വീണ്ടും കാണിക്കുകയാണ്. വി ഈക്വൽ ടു സീറോയിൽ നിന്ന് വി ഈക്വൽ ടു ടൂയിലേക്ക് ചാടി പോകുന്നതാണ് ഓവർടോൺ. അതിനെ ഫസ്റ്റ് ഓവർടോൺ എന്നാണ് വിളിക്കുന്നത്. ഇനി വി ഈക്വൽ ടു സീറോയിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിന് വേണമെങ്കിൽ വി ഈക്വൽ ടു ത്രീയിലേക്ക് കാണാം. അത് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇതായിരുന്നു. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നേരെ ചാടി പോണേ. അതിന് സെക്കൻഡ് ഓവർടോൺ എന്ന് വിളിക്കും. രണ്ടാമത്തെ ഓവർടോൺ ആണത്. രണ്ടാമത്തെ ഓവർടോണും ആദ്യത്തെ ഓവർടോണും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വി ഈക്വൽ ടു 0 നിന്ന് വി ഈക്വൽ ടു 1ലേക്ക് ചാടുന്നതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഏകദേശം ഇരട്ടിയായിരിക്കും എന്ത്? ഫസ്റ്റ് ഓവർടോൺ. ഏകദേശം 3 ഇരട്ടിയായിരിക്കും എന്ത്? സെക്കൻഡ് ഓവർടോൺ. അതാണ് ഓവർടോൺസും ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ മോളിക്യൂൾസും ഈ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത് ഫണ്ടമെന്റൽ വൈബ്രേഷൻ ആയിരിക്കും. ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക. അതിനേക്കാൾ ഇന്റൻസിറ്റി കുറവായിരിക്കും ഇത് ഫസ്റ്റ് ഓവർടോണിനും സെക്കൻഡ് ഓവർടോണിനും. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓവർടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സെലക്ഷൻ റൂൾ എന്താണ് അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ? ഡെൽറ്റ വി ഈക്വൽ ടു +or-1 മാത്രമല്ല +or-2 വരാം, +or-3 വരാം. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മറികടന്ന് പോകുന്നതാണ് ഫസ്റ്റ് ഓവർടോണും 2 സ്റ്റെപ്പ് മറികടന്ന് പോകുന്നതാണ് എന്ത്? സെക്കൻഡ് ഓവർടോണും. ഓവർടോൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ fundamental bands and overtones which are present in a vibrational spectra. Next class we will learn about the hot bands. Okay, thank you.